റൂത്തിന്റെ പുസ്തകം ആമുഖം. പഴയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകമാണ് റൂത്ത്? 8-മത്തെ. ഏത് വിഭാഗത്തിൽപ്പെടുന്ന പുസ്തകമാണിത്? ചരിത്ര പുസ്തകങ്ങൾ. റൂത്തിന്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക എന്നതാണ് അസാധാരണം. എന്തുകൊണ്ട്? യഹൂദ വംശജയല്ലാത്തവളും മൊബാവിയുമായ സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ആരാണ് സമൃദ്ധമായി അനുഗ്രഹിച്ചത്? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. റൂത്തിന്റെ ഭർത്താവ് ആരായിരുന്നു? ഒരു ഇസ്രായേൽക്കാരൻ. റൂത്ത് തന്റെ ഭർത്താവും വിധവയായ അമ്മായിയമ്മ നവോമിയും ഒരുമിച്ച് എവിടെ വസിക്കുമ്പോഴാണ് ഭർത്താവ് മരിച്ചത്? മൊവാബിൽ. നവോമി ജെറുസലേമിലേക്ക് തിരിച്ചു പോന്നപ്പോൾ റൂത്ത് ആരോടൊക്കെ വിശ്വസ്തത പുലർത്തിക്കൊണ്ടാണ് അവളോടൊപ്പം ജെറുസലേത്തേക്ക് പോന്നത്? തൻ്റെ ഭർത്താവിൻ്റെ ദൈവത്തോടും അമ്മായിയമ്മയോടും. ദൈവം അനുഗ്രഹിച്ച റൂത്ത് മാതൃകയായി തീർന്നത് എന്തിന്? വിശ്വസ്തതയ്ക്ക്. ജെറുസലേമിൽ റൂത്ത് എപ്രകാരമുള്ള ബോവാസിന്റെ ഭാര്യയായി? മരിച്ചുപോയ തൻ്റെ ഭർത്താവിൻ്റെ ബന്ധുവും സമ്പന്നനുമായ. അതുവഴി അവളുടെ പേര് എന്തിലൊക്കെ ഉൾപ്പെട്ടു? ദാവീദിന്റെ പിതാക്കന്മാരുടെ പട്ടികയിലും യേശുവിൻ്റെ വംശാവലിയിലും. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എപ്രകാരമാണ് എന്നതിൻ്റെ സൂചനയാണ് ഇതുവഴി നമുക്ക് ലഭിക്കുന്നത്. സാർവത്രികം. റൂത്തിന്റെ പുസ്തകം അധ്യായം 1. റൂത്തിന്റെ പുസ്തകം അധ്യായം 1 1-ാം തിരുവചനത്തിൽ എത്ര സ്ഥലനാമങ്ങൾ ഉണ്ട്? 3. ഏതെല്ലാം? യൂദ, ബത്ലഹേം, മൊബാവ്. ബത്ലഹേം എന്ന ഹീബ്രു പേരിന്റെ അർത്ഥം അപ്പത്തിന്റെ വീട്. ആരുടെ ഭരണകാലത്താണ് നാട്ടിൽ ക്ഷാമമുണ്ടായത്? ന്യായാധിപന്മാരുടെ. അന്ന് ആരാണ് ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത് മൊബാവ് ദേശത്ത് കുടിയേറി പാർത്തത്? യൂദയായിലെ ഒരു ബത്ലഹേംകാരൻ. മൊബാവ് ദേശത്ത് കുടിയേറി പാർത്ത യൂദായിലെ ബത്ലഹേംകാരന്റെ പേരെന്ത്? എലിമെലേക്ക്. എലിമെലേക്കിന്റെ ഭാര്യ നവോമി. എലിമെലേക്കിന്റെ പുത്രന്മാർ മഹ്ലോനും കിലിയോനും. അവർ യൂദയായിലെ ബത്ലഹേമിൽ നിന്നുള്ള ആരായിരുന്നു? എഫ്രാത്യർ. എവിടെയാണ് അവർ താമസമാക്കിയത്? മൊബാവിൽ. പുത്രന്മാർ ആരെയൊക്കെയാണ് വിവാഹം ചെയ്തത്? ഓർഫ, റൂത്ത് എന്നീ മൊബാവ്യ സ്ത്രീകളെ. എത്ര കാലം അവർ അവിടെ കഴിഞ്ഞു? 10 വർഷത്തോളം. അങ്ങനെയിരിക്കെ ആരൊക്കെ മരിച്ചു? മഹ്ലോനും കിലിയോനും. നവോമിക്ക് ആരൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് തുടർന്നു പറയുന്നത്? ഭർത്താവും പുത്രന്മാരും. കർത്താവ് തന്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി എന്തു ചെയ്യാനാണ് ഒരുങ്ങിയത്? മരുമക്കളോട് കൂടെ മൊബാവിൽ നിന്ന് തിരികെ പോകാൻ. നവോമി താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് മരുമക്കളോടുകൂടെ പുറപ്പെട്ട് എവിടെയാണ് എത്തിയത്? യൂദയായിലേക്കുള്ള വഴിയിൽ. യൂദയായിലേക്കുള്ള വഴിയിൽ എത്തിയപ്പോൾ നവോമി എവിടേക്ക് മടങ്ങിപ്പോകുവിൻ എന്നാണ് മരുമക്കളോട് പറഞ്ഞത്? മാതൃഭവനങ്ങളിലേക്ക്. മരിച്ചവരോടും നവോമിയോടും കരുണ കാണിച്ചതുകൊണ്ട് നവോമി മരുമക്കൾക്ക് വേണ്ടി എന്ത് അനുഗ്രഹമാണ് ആശംസിച്ചത്? കർത്താവ് നിങ്ങളോടും കരുണ കാണിക്കട്ടെ, വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് നവോമി എന്തു ചെയ്തു? അവൾ അവരെ ചുംബിച്ചു. എന്തു പറഞ്ഞുകൊണ്ടാണ് നവോമി മരുമക്കളെ ചുംബിച്ചത്? വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. നവോമി ചുംബിച്ചപ്പോൾ മരുമക്കൾ എന്തു ചെയ്തു? അവർ പൊട്ടിക്കരഞ്ഞു. നവോമിയുടെ വാക്കുകേട്ട് മരുമക്കൾ ആദ്യം നൽകിയ മറുപടി എന്തായിരുന്നു? ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. അപ്പോൾ നവോമി എപ്രകാരം സംബോധന ചെയ്താണ് സംസാരിച്ചത്? എൻ്റെ മക്കളെ. എന്തു ചെയ്യുവിനെന്നാണ് നവോമി പറഞ്ഞത്? നിങ്ങൾ തിരിച്ചു പോകുവിൻ. എൻ്റെ മക്കളെ എന്ന് വീണ്ടും വിളിച്ചുകൊണ്ട് നവോമി പറഞ്ഞത് എന്ത്? നിങ്ങൾ മടങ്ങിപ്പോകുവിൻ. മരുമക്കൾ മടങ്ങിപ്പോകാൻ പറഞ്ഞതിൻ്റെ കാരണം നവോമി തൻ്റെ പ്രായവുമായി ബന്ധപ്പെടുത്തി വിശദീകരിച്ചത് എങ്ങനെയാണ്? വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു എന്ന് പറയുന്ന നവോമി, അഥവാ എന്തു ചെയ്താൽ തന്നെ അവർക്ക് പ്രായമാകുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുമോ എന്നാണ് ചോദിച്ചത്. ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ.
നവോമിയുടെ തുടർന്നുള്ള ചോദ്യം എന്ത്? നിങ്ങൾ വിധവകളായി കഴിയുമോ? ഉത്തരമായി ഇല്ല മക്കളെ എന്ന് പറയുന്ന നവോമി എന്ത് എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ കരം, നിങ്ങളെ പ്രതിയും ഞാൻ എന്തു ചെയ്യേണ്ടി വരും എന്നാണ് നവോമി പറഞ്ഞത്. അത്യന്തം വ്യസനിക്കേണ്ടി വരും. അവർ വീണ്ടും പൊട്ടിക്കരഞ്ഞ ശേഷം ഓർഫ എന്താണ് ചെയ്തത്? അമ്മായിയമ്മയെ ചുംബിച്ച് വിടവാങ്ങി. ഓർഫ വിടവാങ്ങിയപ്പോൾ റൂത്ത് ചെയ്തത് എന്താണ്? നവോമിയെ പിരിയാതെ നിന്നു. നവോമിയുടെ ഉപദേശമനുസരിച്ച് റൂത്തിൻ്റെ സഹോദരി എവിടേക്കാണ് മടങ്ങിപ്പോയത്? ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ഓർഫായെക്കുറിച്ച് എന്തു പറഞ്ഞുകൊണ്ടാണ് നവോമി റൂത്തിനോട് പോകാൻ ആവശ്യപ്പെട്ടത്? നിന്റെ സഹോദരി ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ, അവളെപ്പോലെ നീയും പോവുക. നവോമിയോടൊപ്പമുള്ള യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാതിരിക്കാൻ വേണ്ടി റൂത്ത് അമ്മായിയമ്മയോട് ആദ്യം പറഞ്ഞത് എന്ത്? അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. നവോമിയോടുള്ള വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് റൂത്ത് താൻ യാത്ര ചെയ്യാനും താമസിക്കാനും ആഗ്രഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത് എങ്ങനെയാണ്? അമ്മ പോകുന്നിടത്ത് ഞാനും വരും, വസിക്കുന്നിടത്ത് ഞാനും വസിക്കും. തൻ്റെ വിശ്വസ്തത പ്രഖ്യാപിച്ചുകൊണ്ട് റൂത്ത് നവോമിയുടെ ചാർച്ചക്കാരെയും ദൈവത്തെയും സ്വന്തമായി സ്വീകരിക്കുമെന്ന് പറഞ്ഞത് ഉദ്ധരിക്കുക. അമ്മയുടെ ചാർച്ചക്കാർ എൻ്റെ ചാർച്ചക്കാരും അമ്മയുടെ ദൈവം എൻ്റെ ദൈവവുമായിരിക്കും. നവോമിയോടുള്ള തൻ്റെ വിശ്വസ്തതയുടെ പരമമായ പരിധി എവിടെ വരെയാണ് എന്നാണ് റൂത്ത് പറഞ്ഞത്. അമ്മ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചടക്കപ്പെടും. മരണം തന്നെ നവോമിയിൽ നിന്ന് തന്നെ വേർപെടുത്തിയാൽ താൻ എന്ത് സ്വീകരിക്കാൻ തയ്യാറാണെന്നാണ് റൂത്ത് പറഞ്ഞത്. കർത്താവ് എന്ത് ശിക്ഷയും എനിക്ക് നൽകിക്കൊള്ളട്ടെ. റൂത്ത് തന്നോടുകൂടെ പോരാനുറച്ചു എന്ന് കണ്ടപ്പോൾ നവോമി എന്തു ചെയ്തില്ല, അവളെ നിർബന്ധിച്ചില്ല. അവർ ബത്ലഹേമിൽ എത്തിയപ്പോൾ പട്ടണം മുഴുവൻ പ്രതികരിച്ചതെങ്ങനെ? അവരെ കണ്ട് വിസ്മയിച്ചു. ബത്ലഹേമിലെ സ്ത്രീകൾ പരസ്പരം ചോദിച്ച ചോദ്യം എന്തായിരുന്നു? ഇത് നവോമിയോ? എന്നെ നവോമി എന്ന് വിളിക്കേണ്ട എന്ന് പറഞ്ഞ നവോമി പകരം എന്ത് വിളിക്കാനാണ് ആവശ്യപ്പെട്ടത്? മാറ. തന്നെ മാറ എന്ന് വിളിക്കാൻ നവോമി ആവശ്യപ്പെട്ടതിൻ്റെ കാരണം എന്തായിരുന്നു? സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. ബത്ലഹേമിൽ നിന്ന് താൻ പോയതെങ്ങനെയായിരുന്നു എന്നാണ് നവോമി പറഞ്ഞത്. എല്ലാം തികഞ്ഞവളായി. ഇപ്പോൾ കർത്താവ് തന്നെ തിരിച്ചയച്ചത് എങ്ങനെയാണ്? ഒന്നും ഇല്ലാത്തവളായി. എന്തുകൊണ്ട് എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു എന്നാണ് നവോമി ചോദിച്ചത്. കർത്താവ് എന്നെ ഞെരുക്കുകയും സർവശക്തൻ എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുന്നതിനാൽ. നവോമി മൊബാവിൽ നിന്ന് തിരിച്ചെത്തിയത് ആരുടെ കൂടെയാണ്? അവിടുത്തുകാരിയായ മരുമകൾ റൂത്തിനോടുകൂടെ. നവോമിയും റൂത്തും ബത്ലഹേമിൽ എത്തിയത് എപ്പോഴാണ്? ബാർലി കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. നവോമി എന്ന പേരിൻ്റെ അർത്ഥം സന്തുഷ്ട. റൂത്തിന്റെ പുസ്തകം അധ്യായം 2. ബോവാസ് ആരായിരുന്നു? നവോമിയുടെ ഭർതൃ കുടുംബത്തിൽ ഉണ്ടായിരുന്ന ഒരു ധനികൻ. ഞാൻ പോയി എന്നെ അനുവദിക്കുന്നവരുടെ വയലിൽ കാലാ പെറുക്കട്ടെ എന്ന് ആരാണ് നവോമിയോട് ചോദിച്ചത്? മൊവാബിയായ റൂത്ത്. കാലാ പെറുക്കുവാൻ അനുവാദം ചോദിച്ചപ്പോൾ നവോമി പറഞ്ഞതെന്ത്? പോയിക്കൊള്ളുക. റൂത്ത് വയലിൽ ചെന്ന് ആരുടെ പിറകെയാണ് കാലാ പെറുക്കിയത്? കൊയ്ത്തുകാരുടെ. ആരുടെ വയലിലാണ് റൂത്ത് എത്തിച്ചേർന്നത്? എലിമെലേക്കിന്റെ കുടുംബത്തിൽപ്പെട്ട ബോവാസിന്റെ. ബോവാസ് എവിടെ നിന്ന് വന്നു? ബത്ലഹേമിൽ നിന്ന്. കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞ് ബോവാസ് എന്താണ് ചെയ്തത്? കൊയ്ത്തുകാരെ അഭിവാദനം ചെയ്തു. എപ്രകാരമാണ് കൊയ്ത്തുകാർ ബോവാസിനെ പ്രത്യാഭിവാദനം ചെയ്തത്? കർത്താവ് അങ്ങേ അനുഗ്രഹിക്കട്ടെ എന്ന്. ആരാണ് ഈ യുവതി എന്ന് ബോവാസ് ചോദിച്ചത് ആരോട്? കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്ന ഭൃത്യനോട്. എന്തായിരുന്നു ഭൃത്യൻ നൽകിയ മറുപടി? നവോമിയോടൊപ്പം മൊബാവിൽ നിന്ന് വന്ന മൊബാവ്യ സ്ത്രീയാണിവൾ. റൂത്ത് എന്തപേക്ഷിച്ചു എന്നാണ് ഭൃത്യൻ പറഞ്ഞത്? വയലിൽ കാലാ പെറുക്കാൻ അനുവദിക്കണമേ എന്ന്. റൂത്ത് എത്ര സമയമായി വിശ്രമമില്ലാതെ കാലാ പെറുക്കുകയാണ് എന്നാണ് ഭൃത്യൻ പറഞ്ഞത്? രാവിലെ മുതൽ ഇതുവരെ. റൂത്തിനോടുള്ള പ്രഥമ സംഭാഷണത്തിൽ ബോവാസ് എപ്രകാരമാണ് അവളെ അഭിസംബോധന ചെയ്തത്? മകളെ.
കാല പെറുക്കാൻ ഇവിടം വിട്ട് എവിടെ പോകേണ്ട എന്നാണ് ബോവാസ് പറഞ്ഞത്. മറ്റു വയലുകളിൽ. എൻ്റെ ദാസിമാരോടുകൂടെ ചേർന്ന് കൊള്ളുക എന്ന് റൂത്തിനോട് പറഞ്ഞതാര്? ബോവാസ്. ആര് കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ പിന്തുടരുക എന്നാണ് ബോവാസിന്റെ നിർദ്ദേശം. തൻ്റെ ദാസിമാർ. ബോവാസ് ഭൃത്യന്മാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതെന്താണ്? റൂത്തിനെ ശല്യപ്പെടുത്തരുത് എന്ന്. റൂത്തിന് ദാഹിക്കുമ്പോൾ ഏത് വെള്ളം കുടിക്കാം എന്നാണ് ബോവാസ് പറഞ്ഞത്. ഭൃത്യന്മാർ കോരിവെച്ചിട്ടുള്ള. അപ്പോൾ റൂത്ത് സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ബോവാസിനോട് പറഞ്ഞതെന്ത്? അന്യനാട്ടുകാരിയായ എന്നോട് കരുണ തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു? എത്ര കാര്യങ്ങളാണ് എനിക്ക് അറിയാമെന്ന് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്. ഏതെല്ലാം? 2 കാര്യങ്ങൾ. 1. ഭർത്താവിൻ്റെ മരണത്തിനു ശേഷം നീ അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും. 2. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിന്റെ ഇടയിൽ വന്നതുമെല്ലാം. റൂത്ത് ആരെയെല്ലാം വിട്ടുവന്ന കാര്യമാണ് ബോവാസ് സൂചിപ്പിച്ചത്. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട്. നിന്റെ പ്രവൃത്തികൾക്ക് ആര് പ്രതിഫലം നൽകുമെന്നാണ് ബോവാസ് പറഞ്ഞത്? കർത്താവ്. ആര് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കുമെന്നാണ് ബോവാസ് പറഞ്ഞത്? നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ്. അപ്പോൾ റൂത്ത് ബോവാസിനെ എപ്രകാരമാണ് സംബോധന ചെയ്തത്? യജമാനനെ. യജമാനനെ, അങ്ങ് എന്നോട് വലിയ ദയയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞ റൂത്ത് കാരണമായി പറഞ്ഞതെന്താണ്? എന്തെന്നാൽ ഞാൻ അങ്ങയുടെ ദാസിമാരിൽ ഒരുവളല്ല, എങ്കിലും ഈ ദാസിയെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. താൻ ബോവാസിന്റെ ദാസിമാരിൽ ഒരുവളല്ലെങ്കിലും ബോവാസ് തന്നെ ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തതിനെ റൂത്ത് എപ്രകാരമാണ് വിലയിരുത്തിയത്? തന്നോട് വലിയ ദയ കാണിക്കുന്നതായി. ഭക്ഷണസമയത്ത് ബോവാസ് റൂത്തിനോട് ആദ്യം പറഞ്ഞതെന്ത്? വന്ന് ഭക്ഷണം കഴിക്കൂ. എപ്രകാരം അപ്പം ഭക്ഷിച്ചുകൊള്ളൂ എന്നാണ് ബോവാസ് പറഞ്ഞത്? വീഞ്ഞിൽ മുക്കി. ഭക്ഷണസമയത്ത് കൊയ്ത്തുകാരോട് കൂടെ ഇരുന്ന റൂത്തിന് മലർ കൊടുത്തത് ആര്? ബോവാസ്. ഭക്ഷിച്ച് തൃപ്തിയായ റൂത്ത് കാലാ പെറുക്കാൻ എഴുന്നേറ്റപ്പോൾ ബോവാസ് ആദ്യം ഭൃത്യന്മാരോട് പറഞ്ഞതെന്ത്? അവൾ കറ്റകളുടെ ഇടയിൽ നിന്നും ശേഖരിച്ചു കൊള്ളട്ടെ. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചന പ്രകാരം ബോവാസ് ഭൃത്യന്മാർക്ക് നൽകിയ 3 നിർദ്ദേശങ്ങളേവ. 1. അവളെ ശകാരിക്കരുത്. 2. കറ്റകളിൽ നിന്ന് കുറേശ്ശെ വലിച്ചൂരി അവൾക്ക് പെറുക്കാൻ ഇടണം. 3. അവളെ ശാസിക്കരുത്. റൂത്ത് സന്ധ്യ വരെ കാലാ പെറുക്കിയ ശേഷം മെതിച്ചപ്പോൾ എത്ര ബാർലി ഉണ്ടായിരുന്നു? ഏകദേശം 1 ഏഫ. ഏകദേശം 1 ഏഫ ബാർലി ലഭിച്ച റൂത്ത് അതെടുത്തുകൊണ്ട് പോയത് എവിടേക്കാണ്? നഗരത്തിലേക്ക്. റൂത്ത് താൻ ശേഖരിച്ച ധാന്യം ആരെയാണ് കാണിച്ചത്? അമ്മായിയമ്മയെ. ബാക്കി വന്ന ആഹാരം റൂത്ത് എന്താണ് ചെയ്തത്? അമ്മായിയമ്മയ്ക്ക് കൊടുത്തു. അമ്മായിയമ്മ ആദ്യം ചോദിച്ചതെന്ത്? എവിടെയാണ് നീ കാലാ പെറുക്കിയത്? അമ്മായിയമ്മയായ നവോമി രണ്ടാമതായി ചോദിച്ചതെന്ത്? എവിടെയാണ് ഇന്ന് നീ ജോലി ചെയ്തത്? ആര് അനുഗ്രഹീതനാകട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? നിന്നോട് കരുണ തോന്നിയ മനുഷ്യൻ. താൻ ഇന്ന് ജോലി ചെയ്തത് ആരോടുകൂടെ ആണെന്നാണ് റൂത്ത് അമ്മായിയമ്മയോട് പറഞ്ഞത്? ബോവാസിനോടു കൂടെ. ആരോടൊക്കെ കാരുണ്യം കാണിക്കുന്ന കർത്താവ് അവനെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി ബോവാസിനെ കുറിച്ച് മരുമകളോട് പറഞ്ഞത്. ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും. നവോമി തുടർന്ന് പറഞ്ഞതെന്ത്? അവൻ നമ്മുടെ ബന്ധുവാണ്, ഉറ്റ ബന്ധു. എത്ര കാലം വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കണമെന്ന് ബോവാസ് തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് റൂത്ത് പറഞ്ഞത്? കൊയ്ത്തു മുഴുവൻ തീരുവോളം. നീ അവൻ്റെ ദാസിമാരോടുകൂടെ പോകുന്നതാണ് നല്ലത് എന്ന് നവോമി മരുമകളോട് പറഞ്ഞതെന്താണ്? മറ്റു വയലുകളിൽ പോയി ശല്യം ഏൽക്കാനിടയാകാതിരിക്കാൻ. എന്തിൻ്റെ വിളവെടുപ്പ് കഴിയുന്നതുവരെയാണ് റൂത്ത് ബോവാസിൻ്റെ ദാസിമാരോടുകൂടെ ചേർന്ന് നിന്ന് കാലാ പെറുക്കിയത്? ബാർലിയുടെയും ഗോതമ്പിൻ്റെയും. റൂത്ത് ആരോടുകൂടെ ജീവിച്ചു എന്നാണ് 2-ാം അധ്യായത്തിൻ്റെ അവസാനം പറയുന്നത്? തൻ്റെ അമ്മായിയമ്മയോടൊത്ത്. റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ പറയുന്ന കാലാ പെറുക്കലിനെ കുറിച്ചുള്ള അടിസ്ഥാന വിവരമുള്ള മറ്റു തിരുവചന ഭാഗങ്ങൾ ഏവ? ലേവ്യർ 19-ാം അധ്യായം 9 മുതൽ 10 വരെ, നിയമാവർത്തനം 24-ാം അധ്യായം 19-ാം തിരുവചനം.
വീണ്ടെടുപ്പ് അവകാശത്തിൻ്റെ സൂചന നൽകുന്ന റൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 20 സമാനമായ മറ്റൊരു തിരുവചന ഭാഗം ഏത്? ലേവ്യരുടെ പുസ്തകം 25-ാം അധ്യായം 26-ാം തിരുവചനം. റൂത്തിന്റെ പുസ്തകം അധ്യായം 3. തൻ്റെ കടമയല്ലേ എന്ന് എന്തിനെക്കുറിച്ചാണ് നവോമി റൂത്തിനോട് ചോദിക്കുന്നത്? സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ റൂത്തിനെ പ്രവേശിപ്പിക്കുക. നീ ആരുടെ ദാസികളുമൊത്ത് ജോലി ചെയ്യുന്നുവോ ആ ബോവാസ് ആരാണല്ലോ എന്നാണ് നവോമി പറഞ്ഞത്. നമ്മുടെ ബന്ധുവാണല്ലോ. മെതിക്കളത്തിൽ എന്തിനു വേണ്ടി ബോവാസ് ഇന്ന് രാത്രി വരുന്നുണ്ട് എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്. ബാർലി പാറ്റുന്നതിന്. നവോമി നീ എപ്രകാരം എവിടേക്ക് ചെല്ലുക എന്നാണ് റൂത്തിനോട് പറഞ്ഞത്. കുളിച്ചു, തൈലം പൂശി, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് മെതിക്കളത്തിലേക്ക്. റൂത്തിനോട് മെതിക്കളത്തിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെട്ട നവോമി, എന്നാൽ എപ്പോൾ വരെ ബോവാസ് റൂത്തിനെ തിരിച്ചറിയാൻ ഇടയാകരുത് എന്നാണ് പറഞ്ഞത്? അവൻ്റെ അത്താഴം കഴിയുന്നതുവരെ. ഏത് സ്ഥലം നോക്കിവയ്ക്കുക എന്നാണ് നവോമി നിർദ്ദേശിച്ചത്? ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം. ബോവാസ് ഉറങ്ങാൻ കിടക്കുന്ന സ്ഥലം നോക്കിവെക്കാൻ നിർദ്ദേശം നൽകുന്ന നവോമി പിന്നീട് നീ ചെന്ന് എന്തു ചെയ്യുക എന്നാണ് പറഞ്ഞത്? അവൻ്റെ കാലിൽ നിന്ന് പുതപ്പു മാറ്റി അവിടെ കിടക്കുക. നീ ചെയ്യേണ്ടതെന്തെന്ന് അവൻ പറഞ്ഞു തരും. ആര് ആരോട് പറഞ്ഞു? നവോമി റൂത്തിനോട്. എപ്രകാരം ഞാൻ ചെയ്യാം എന്നാണ് റൂത്ത് പറഞ്ഞത്? അമ്മ പറഞ്ഞതുപോലെ. റൂത്ത് മെതിക്കളത്തിൽ ചെന്ന് ആര് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചു. അമ്മായിയമ്മ ഭക്ഷിച്ചും പാനം ചെയ്തും സന്തുഷ്ടനായപ്പോൾ ബോവാസ് കിടന്നുറങ്ങിയത് എവിടെ? ധാന്യ കൂമ്പാരത്തിൻ്റെ അരികിൽ. ബോവാസ് കിടന്നുറങ്ങിയപ്പോൾ റൂത്ത് എന്താണ് ചെയ്തത്? സാവധാനം ചെന്ന് അവൻ്റെ കാലിൽ നിന്ന് പുതപ്പു മാറ്റി അവിടെ കിടന്നു. എപ്പോഴാണ് ബോവാസ് ഞെട്ടിയുണർന്നത്? അർദ്ധരാത്രിയിൽ. അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് കണ്ടതെന്ത്? കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നു. അർദ്ധരാത്രിയിൽ ഞെട്ടിയുണർന്ന ബോവാസ് കാൽക്കൽ ഒരു സ്ത്രീ കിടക്കുന്നത് കണ്ട് ചോദിച്ചതെന്ത്? നീ ആരാണ്? നീ ആരാണ് എന്ന് ബോവാസ് ചോദിച്ചപ്പോൾ റൂത്ത് ആദ്യം പറഞ്ഞതെന്ത്? ഞാൻ നിന്റെ ദാസിയായ റൂത്താണ്. അങ്ങൻ്റെ അടുത്ത ബന്ധുവാകയാൽ എപ്രകാരം എന്നെ സ്വീകരിക്കുക എന്നാണ് റൂത്ത് ബോവാസിനോട് പറഞ്ഞത്. അങ്ങയുടെ വസ്ത്രം ഈ ദാസിയുടെ മേൽ വിരിച്ച്. ബോവാസ് മറുപടി പറഞ്ഞപ്പോൾ എപ്രകാരമാണ് അഭിസംബോധന ചെയ്തത്? മകളെ. എന്താണ് ബോവാസ് ആദ്യം പറഞ്ഞത്? മകളെ, കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ. നീ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് എന്ന് ബോവാസ് പറയുന്നിടത്ത് ആദ്യത്തേത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഭർത്താവിൻ്റെ മരണത്തിന് ശേഷം അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തതും മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് അപരിചിതരായ ജനത്തിൻ്റെ ഇടയിൽ വന്നതും. ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഔദാര്യം ആദ്യത്തേതിലും വലുതാണ് എന്നതിന് ബോവാസ് പറഞ്ഞ കാരണം എന്ത്? യുവാക്കന്മാരെയോ ധനികരെയോ ദരിദ്രരെയോ ആകട്ടെ തേടാതെ നീ എൻ്റെ അടുക്കൽ വന്നല്ലോ. മകളെ ഭയപ്പെടേണ്ട എന്ന് ബോവാസ് പറഞ്ഞത് രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം ഏത്? റൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം തിരുവചനം. എന്ത് ഞാൻ നിനക്ക് ചെയ്തു തരാം എന്നാണ് ബോവാസ് പറഞ്ഞത്? നീ ആവശ്യപ്പെടുന്നതെന്തും. നീ ഒരു ഉത്തമ സ്ത്രീയാണെന്ന് ആർക്കെല്ലാം അറിയാം എന്നാണ് ബോവാസ് പറഞ്ഞത്? നഗരത്തിലെ എൻ്റെ പരിചയക്കാർക്കല്ല. ഞാൻ നിന്റെ അടുത്ത ബന്ധുവാണെന്നത് വാസ്തവം തന്നെ എന്ന് സമ്മതിക്കുന്ന ബോവാസ്, എന്നാൽ ആര് നിനക്കുണ്ട് എന്നാണ് പറഞ്ഞത്? എന്നേക്കാൾ അടുത്ത മറ്റൊരു ചാർച്ചക്കാരൻ. ഈ രാത്രി ഇവിടെ കഴിയുക എന്ന് നിർദ്ദേശിച്ച ബോവാസ് ആരുടെ ചുമതല അവൻ നിർവഹിക്കുവോ എന്ന് രാവിലെ അന്വേഷിക്കാം എന്നാണ് പറഞ്ഞത്? ഏറ്റവും അടുത്ത ബന്ധുവിൻ്റെ. അവനത് ചെയ്താൽ നന്ന് എന്ന് പറയുന്ന ബോവാസ് ഇല്ലെങ്കിൽ എന്തു ചെയ്യും എന്നാണ് പറഞ്ഞത്? ഉറ്റ ബന്ധുവിൻ്റെ കടമ കർത്താവാണെ ഞാൻ നിർവഹിക്കും. തുടർന്ന് ബോവാസ് പറഞ്ഞതെന്ത്? പ്രഭാതം വരെ നീ ഇവിടെ കിടന്നുകൊള്ളുക. ബോവാസിന്റെ കാൽക്കൽ കിടന്ന റൂത്ത് എപ്പോഴാണ് എഴുന്നേറ്റത്? അതിരാവിലെ ആളറിയുന്നതിനു മുമ്പേ. മെതിക്കളത്തിൽ ആരു വന്നെന്ന് ആരും അറിയരുത് എന്നാണ് ബോവാസ് പറഞ്ഞത്. ഒരു സ്ത്രീ.
നിന്റെ മേലങ്കി എന്തു ചെയ്യുക എന്നാണ് ബോവാസ് പറഞ്ഞത്? വിരിച്ചു പിടിക്കുക. ബോവാസ് എന്താണ് റൂത്തിന്റെ മേലങ്കിയിൽ ഇട്ട് അവളുടെ തലയിൽ വച്ചുകൊടുത്തത്? 6 അളവ് ബാർലി. ബോവാസ് 6 അളവ് ബാർലി റൂത്തിന്റെ മേലങ്കിയിൽ ഇട്ട് അവളുടെ തലയിൽ വച്ചുകൊടുത്ത ശേഷം അവൾ എന്തു ചെയ്തു? നഗരത്തിലേക്ക് പോയി. വീട്ടിൽ എത്തിയപ്പോൾ അമ്മായിയമ്മ ചോദിച്ചതെന്ത്? മകളെ എന്തുണ്ടായി? മകളെ എന്തുണ്ടായി എന്ന് അമ്മായിയമ്മ ചോദിച്ചപ്പോൾ റൂത്ത് എന്താണ് വിവരിച്ചു പറഞ്ഞത്? ബോവാസ് ചെയ്തതല്ല. അമ്മായിയമ്മയുടെ അടുത്തേക്ക് എപ്രകാരം പോകണ്ട എന്ന് പറഞ്ഞ് ഈ 6 അളവ് ബാർലി അവൻ എനിക്ക് തന്നു എന്നാണ് റൂത്ത് പറഞ്ഞത്, വെറും കൈയോടെ. മകളെ എന്ത് കാത്തിരുന്ന് കാണാമെന്നാണ് നവോമി പറഞ്ഞത്, കാര്യങ്ങൾ എങ്ങനെയാകും എന്ന്. എപ്പോൾ വരെ ബോവാസ് അടങ്ങിയിരിക്കുകയില്ല എന്നാണ് നവോമി പറഞ്ഞത്? കാര്യം തീരുമാനിക്കുന്നതുവരെ. ഇന്ന് തന്നെ തീരുമാനമാകും എന്ന് ആരോടാണ് പറഞ്ഞത്? നവോമി റൂത്തിനോട്.